കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ് മുംബൈ. രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരമാണ് മുംബൈ. അതുകൊണ്ട് തന്നെ മുംബൈയുടെ ഭരണം പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് മുന്നണികൾ. പ്രധാനമായും രണ്ട് മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. മഹാവികാസ് അഘാടി സഖ്യം ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ മഹായുതിയുടെ ലേബലിൽ BJPയും നിൽക്കുന്നുണ്ട്. മുംബൈ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇരു പാർട്ടികളുടെയും മുന്നിലുള്ളത്. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ പതിവ് കലാപരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. മുംബൈ NDAയുടെ പോക്കറ്റിലാക്കുവാൻ ചില കളികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടത്തുന്നുണ്ടെന്നാണ് ആരോപണം. മുംബൈയിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആകെയുള്ള 1 കോടി വോട്ടർമാരിൽ 11 ലക്ഷത്തിലധികം പേർ, അതായത് 10% പേർ ഇരട്ട വോട്ടർമാരാണെന്ന് മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തു വരുന്നത്. ഇതേ തുടർന്ന് പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഡിസംബർ 3 വരെ നീട്ടിയിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഡിസംബർ 10 പ്രസിദ്ധീകരിക്കുമെന്നും പറയുന്നു. 4 ലക്ഷത്തിലധികം വോട്ടർമാരുടെ പേരുകൾ ഒന്നിലധികം തവണ പട്ടികയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പേര് 103 തവണ വരെ രേഖപ്പെടുത്തിയതായും കണ്ടെത്തി. അച്ചടി പിശകുകൾ, വോട്ടർമാരുടെ സ്ഥലമാറ്റം, മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യാത്തത് തുടങ്ങിയവയാണ് ഈ പിഴവുകൾക്ക് കാരണമായി ഉദ്യോഗസ്ഥർ പഴിചാരുന്നത്. എന്നാൽ ഇത് BJPക്ക് വേണ്ടിയാണെന്നും ആ പരിപ്പ് മുംബൈയിൽ വേവില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു. മുംബൈയിൽ മാത്രം 11 ലക്ഷം ഇരട്ട വോട്ടുകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ കാണിക്കണമെന്നും ഉപമുഖ്യമന്ത്രി അജിത് പവാർ ആവശ്യപ്പെടുന്നുണ്ട്. മുൻ മേയർ കിഷോരി പെഡ്നേക്കർ പ്രതിനിധീകരിച്ച വർളിയിലെ 199 നമ്പർ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടർമാരുള്ളത്. ആദിത്യ താക്കറെയുടെ മണ്ഡലമായ വർളിയിലെ 2 വാർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു. വോട്ടർ പട്ടികയിലെ ഈ ക്രമക്കേടുകൾക്കെതിരെ ശിവസേന ഉദ്ധവ് ബഷം MLA ആദിത്യ താക്കറെ രംഗത്തെത്തി. ലക്ഷക്കണക്കിന് പേരുകൾ ആവർത്തിക്കപ്പെട്ടതായും വോട്ടർ കാർഡുകളിൽ അടിസ്ഥാന വിവരങ്ങൾ ലഭ്യമല്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2026 ജനുവരി 31 മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. ക്രമക്കേടുകൾ പൂർണ്ണമായി മാറ്റി കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇരട്ടപ്പേരുകൾ നീക്കം ചെയ്യുന്നതിനായി 25 അസിസ്റ്റന്റ് മുനിസിപ്പൽ കമ്മീഷണർമാരെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചുകൊണ്ട് ശുദ്ധീകരണ നടപടികൾ ആരംഭിച്ചു. ഇത് പൂർത്തിയാക്കുവാൻ ഏകദേശം 3 മാസത്തോളം എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.